കുവൈത്തിൽ ഡ്രോൺ ആക്രമണം. പുലർച്ചെ ആക്രമണം നടന്നെന്ന് സ്ഥിരീകരിച്ച് കുവൈത്ത് ആർമി. മുഹമ്മദ് റഹീസ് ദുബായിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. റഹീസ്, എപ്പോഴാണ് ഈ ഡ്രോൺ ആക്രമണം ഉണ്ടായത്? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ട വിവരങ്ങൾ? മറ്റെന്തെല്ലാം വിശദാംശങ്ങളുണ്ട്? ഏതെങ്കിലും തരത്തിൽ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? GK ബന്ദർ അബ്ബാസ് വിമാനത്താവളത്തിന് സമീപം അമേരിക്കൻ സൈന്യം നേരത്തെ ആക്രമണം നടത്തിയിരുന്നു. അപ്പോൾ അതിന്റെ പ്രതികാരമായിട്ടാണ് ഇറാന്റെ ആക്രമണം അമേരിക്കയിലേക്ക് ഇന്ന് രാവിലെ ഉണ്ടായിരിക്കുന്നത്. ഏതാണ്ട് അതേ സമയത്താണ് കുവൈറ്റ് കേന്ദ്രീകരിച്ചും ആക്രമണം ഉണ്ടായതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. ഔദ്യോഗികമായി തന്നെ കുവൈറ്റി ആർമി ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. രാവിലെ രാജ്യത്തിന് നേർക്കൊരു ആക്രമണം ഉണ്ടായി, അതിനെ കൃത്യമായി ചെറുക്കാൻ കഴിഞ്ഞു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ശബ്ദങ്ങൾ കേൾക്കുന്നത് ഡ്രോൺ ആക്രമണങ്ങളെ നിർവീര്യമാക്കിയതിൻ്റെതാണ്. അതിൽ ആളുകൾ ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ളൊരു ഔദ്യോഗിക വിശദീകരണം ഇപ്പോൾ കുവൈറ്റ് ആർമിയിൽ നിന്ന് വന്നിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഇത്തരത്തിൽ ഒരു പരിക്കും ആർക്കും പരിക്ക് ഉണ്ടായിട്ടില്ല, തീപിടുത്തം ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഏതെങ്കിലും തരത്തിൽ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര റൗണ്ട് ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊക്കെയും വൈകിട്ടോടുകൂടി ഔദ്യോഗിക വിശദീകരണമായിട്ടായിരിക്കും പുറത്തു വരുന്നത്. ഏതാണ്ട് പുലർച്ചെ 4:50 കൂടിയിട്ടാണ് ഇറാൻ തിരിച്ചടി നൽകിയത് എന്നുള്ള വിവരം ഏതാണ്ട് അമേരിക്കൻ മാധ്യമങ്ങളൊക്കെ തന്നെയും സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷമാണ് കുവൈറ്റ് കേന്ദ്രീകരിച്ച് ആക്രമണം ഉണ്ടായത്. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലൊക്കെയും പെരുന്നാൾ ആഘോഷം തുടരുകയാണ്. നാളെ വൈകിട്ട് വരെയും ഈ പെരുന്നാളിന്റെ ചില ചടങ്ങുകളും കർമ്മങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായി ഇന്നലെ കുവൈറ്റാണ് ഈദ്ഗാഹ് തങ്ങൾ നടത്തുന്നില്ല, ഈദ്ഗാഹ് ഉണ്ടാകില്ല എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്ന ഏക രാജ്യം കുവൈറ്റാണ്. കാരണം അത്രത്തോളം ഈ സുരക്ഷയെ കേന്ദ്രീകരിച്ച് അത് പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ആഹ്വാനം നൽകിയാണ് അവർ ഈ ആഘോഷത്തിലൊക്കെയും ഉള്ളത്. കാരണം ഏറ്റവും കൂടുതൽ ആക്രമണം നേരിട്ട രാജ്യം അത് കുവൈറ്റ് ആയിരുന്നു. ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിടുന്ന, ഇനിയും കരകയറാൻ ഏതാണ്ട് വർഷങ്ങളോടെ എടുക്കും എന്ന് ഇത്തരത്തിൽ വിദഗ്ധരൊക്കെ പറയുന്ന ഒരു രാജ്യമാണ് കുവൈറ്റ്. അപ്പോൾ ഈ ആക്രമണം ഉണ്ടായി, അത് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ UAE കേന്ദ്രീകരിച്ചായിരുന്നു കാര്യമായ ആക്രമണം ഉണ്ടായത്. എന്നാൽ അതിപ്പോൾ കുവൈറ്റിലേക്ക് മാറിയിരിക്കുന്നു. രാവിലെ മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങളിലൊന്നും ആക്രമണം നേരിട്ടിട്ടില്ല, അല്ലെങ്കിൽ ആ തരത്തിലുള്ള റിപ്പോർട്ടുകളൊന്നും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. എന്തായാലും കുവൈറ്റ് കേന്ദ്രീകരിച്ച് ആക്രമണം ഉണ്ടാകുമ്പോൾ ഒരു കരാർ ഇനിയും അകലെയാണ് എന്നുള്ളൊരു തോന്നൽ സൃഷ്ടിക്കുന്ന വിവരങ്ങൾ രാവിലെ പുറത്തു വരുമ്പോൾ അത് ഈ ഘട്ടത്തിലും ആശങ്ക ഉണർത്തുന്നതാണ്, പല ചോദ്യങ്ങളും ഉയർത്തുന്നതാണ്. കാര്യമായ ഒരു കരാറിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഏത് നിമിഷവും വീണ്ടും വ്യാപകമായ ആക്രമണം ഉണ്ടാകും എന്നുള്ളതിന്റെ സൂചനകൾ കൂടി പകരുന്നതാണ്. എന്തായാലും കുവൈറ്റിൽ രാവിലെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ ഇതുവരെ ആക്രമണം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അവരൊക്കെയും തങ്ങളുടെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്, ജാഗ്രത വർദ്ധിപ്പിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് ഇത് കൂടി നടക്കുന്ന സാഹചര്യത്തിൽ. GK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.